എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇവിടെ പ്രളയം, ഉരുൾപൊട്ടല്, ഇപ്പതാ ചോദ്യ പേപ്പർ ചോർച്ച, ആ കേസിന്റെ മറച്ചൊക്കെ ഉണ്ടല്ലേ? ഒന്നിച്ച് പറയാൻ പറ്റിയ കാര്യങ്ങളാണ്. പ്രളയം ഉരുൾപൊട്ടലും ഒക്കെ അതുപോലെയാണോ ചോദ്യ പേപ്പർ ചോർച്ച? അതൊരു മോഡൽ എക്സാമിന്റെ ചോദ്യ പേപ്പർ. മോഡൽ എക്സാമിന്റെ ആണ് ഇത്. പിന്നല്ലാതെ മോഡൽ എക്സാമിന് മോശം എക്സാം ആണോ? എന്തായാലും പരീക്ഷ പേപ്പർ ചോർന്നില്ലേ? ശരിയല്ല, ഈ നാട്ടിൽ ഭരണം ശരിയല്ല. ഇവിടെ നെറ്റ് എക്സാം റദ്ദാക്കി, നീറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പർ ചോർന്നു. അന്നൊന്നും ഇവിടെ സമരം ചെയ്യാൻ ഒരു കേസുകാരനുണ്ടായില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവും? ഷാഗയ്ക്ക് കാവലുന്ന സുധാകരന്റെ കുട്ടികളല്ലേ, ഇപ്പൊ മോദിക്കേര് സമരം ചെയ്യാൻ ഭയം ഉണ്ടാവും. ഇത് അതുപോലെയൊന്നുമല്ല, ഇതൊക്കെ ഒരു വലിയ വിഷയമാണ് മിസ്റ്റർ. പിന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ഈ നാട്ടിൽ കേസ് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. അതെ, കേസുകാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഷാഗയിൽ കൊടുക്കുന്ന ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മുഴുവനെ കാവി വലിക്കരിക്കാൻ പോണ RSS ഗവർണർക്കെതിരെ ഒരു വാക്കെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിപ്പോ ഞങ്ങളുടെ നേതാക്കളൊക്കെ ഗവർണർ സാറിന് സപ്പോർട്ടാണ്. ഞങ്ങളുടെ നേതാക്കൾ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങളും സപ്പോർട്ടാണ്. അതുപോലെയൊന്നും അല്ല ഇത്. ദിസ് ഈസ് എ ബിഗ് പ്രോബ്ലം ഓഫ് ചോദ്യ പേപ്പർ ചോർച്ച. ഇതുപോലത്തെ ചീള് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച വിഷയമൊക്കെ ചർച്ച ഇവിടെ കേസുകാർ മാത്രമേ ഉള്ളൂ. അതൊക്കെ വിഷയ ദാരിദ്ര്യം കൊണ്ടാടേ. ഇതൊക്കെ പണ്ട് വിദ്യാർത്ഥി സമരം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മെഡിക്കൽ എൻട്രൻസ് വരെ വന്നത്. അതറിയാമോ തന്നെ? അതിപ്പോ ഏത് പരീക്ഷയുടെയാണ്, എത്രാം ക്ലാസ്സിന്റെ ആണെന്നുള്ളത് നമുക്ക് വിഷയമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടോ സമരം ചെയ്തിരിക്കും. അതല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്, വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന്. വിദ്യാർത്ഥി കണ്ടന്റ് ദാരിദ്ര്യം ഒന്ന് പോടെ.